ഇത് നമ്മൾ കോൺക്രീറ്റും പ്ലാസ്റ്റിക് പൈപ്പും പ്ലാസ്റ്റിക് ബോൾസും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഡംബൽസ് ആണ്. 8 കിലോ തൊട്ട് 25 കിലോ വരെയുള്ള ഡംബൽസ് ഉണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഹലോ, വെൽക്കം ടു DIY ഫിറ്റ്നസ്. അപ്പോൾ DIY ഡു ഇറ്റ് യുവർ സെൽഫ് നമുക്ക് എങ്ങനെ ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഡംബൽ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നല്ല വെയിറ്റുള്ള ഡംബലാണ്, ഒരു 12-13 കിലോ. ഇതിന് അത്യാവശ്യം വെയിറ്റ് വരും. അപ്പോൾ നല്ല സ്ട്രോങ് ആണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ഒരു കുഴപ്പമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. വളരെ ചിലവും കുറവാണ്. ഒരു 200 രൂപ താഴെ നമുക്ക് ഇങ്ങനെ ഒരു ഡംബൽ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ചിലവ് വരുന്നുള്ളൂ. ഇത് നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഡംബലാണ്. നമ്മളിപ്പോൾ ഇത്രയും വില കൊടുത്ത് ഇങ്ങനൊരു സാധനം വാങ്ങിച്ചാലും ഇതിനുള്ളിലും കോൺക്രീറ്റോ മണലോ ഒക്കെ തന്നെ ഫില്ല് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഈ നട്ട് അയച്ചും വിട്ടും ഒക്കെ ഇത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലൊരു ഡംബൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കത് ലൈഫ് ലോങ് യൂസ് ചെയ്യാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ ഒരു ഡംബൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. കോൺക്രീറ്റ് വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഡംബൽസ് ആണ് ഈ കാണുന്നതെല്ലാം. ഈ ചെറിയ ഡംബൽ ഏകദേശം 8 കിലോയോളം വരും. ഇത് 12-13 കിലോയോളം ഇതിന് വലിപ്പം വെയിറ്റ് ഉണ്ട്. ഈ വലിയ ഡംബൽ 25 കിലോയോളം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഡംബലിനെ വരെ താങ്ങാൻ ആ പൈപ്പിന് സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പൈപ്പ് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പം ഇരുമ്പ് കമ്പി കൊണ്ടുവന്ന് അത് വെൽഡ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ര പോസിബിൾ അല്ല. അപ്പോൾ ഒരു പൈപ്പ് വെച്ച് തന്നെ നമുക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡംബലുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചെറിയ ഡംബലാണ്. 8 കിലോയുടെ ചെറിയ ഡംബലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോളിൽ നമുക്ക് ആ പൈപ്പ് കയറാനും അത്യാവശ്യം സിമെൻറ്റ് ഫില്ല് ചെയ്യാനും ഉള്ള വീതിക്ക് നമ്മളിതിനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു ഷേപ്പിൽ തന്നെ ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും എയർ ഫില്ല് ചെയ്തിട്ട് വേണം. അപ്പോൾ ചെറുതായിട്ട് വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു മുഴുപ്പിൽ മുറിച്ചെടുക്കുക എന്നുള്ളത് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ബോളും കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ പൈപ്പ് വെച്ച് അളവെടുത്ത് സിമെൻ്റ് ഇട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡംബൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ പൈപ്പാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പൈപ്പാണ്. അതായത് ചൂടുവെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. ഇത് ഫിനോലെക്സിൻ്റെ 3x4 26.67 mm പൈപ്പാണ് ഈ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് എത്ര അളവിൽ വേണമെന്ന് അളവ് നോക്കാൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോൾ ഇങ്ങനെ അങ്ങോട്ട് കയറ്റും. അപ്പോൾ കയറ്റി കഴിയുമ്പം ഇവിടെ വരെ വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്ക് ഇടും. ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ മാർക്ക് ഇടുന്നത്. അത് നമുക്ക് കത്തി വെച്ചോ ഇല്ല ഒരു മാർക്കർ വെച്ചോ ഒക്കെ നമുക്ക് മാർക്ക് ഇടാവുന്നതാണ്. അതിൻ്റെ ആ നീളം നോക്കിയിട്ട് ഇവിടെ വന്ന് മുട്ടുന്ന പോലെ അങ്ങ് എടുത്താൽ മതി. ഒരു കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാലും വലിയ വിഷയം വരത്തില്ല. ഞാനിപ്പോൾ ഒരു കത്തി വെച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് അറിയാൻ വേണ്ടി മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതിനുശേഷം ഇവിടുന്ന് നമുക്ക് ഒരു കൈ പിടിക്കാനുള്ള അകലം തീരെ ചേർത്തെടുക്കരുത്. കുറച്ചൊരു കൈ പിടിക്കാനുള്ള അകലം അതിൽ നിന്ന് ഒരു കുറച്ച് കൂടുതൽ. എന്തായാലും ഇതിലും നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലൊരു പൊടിക്ക് കൈ പിടിക്കാനുള്ള സ്ഥലം കൂടുതൽ കിട്ടാനാണ് ചാൻസ് അകത്ത് സിമെൻറ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ചെയ്യുന്നത് ഈ മാർക്കിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം ഒരു സ്കെയിൽ വെച്ചെടുത്തിട്ട് അതേ അകലത്തിൽ ഇങ്ങോട്ടും വെച്ച് മാർക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാർക്കിങ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 10 സ്ക്രൂ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം ഈവനായി വരുന്നത് പോലെ എല്ലാ സൈഡിലും സ്ക്രൂ വരുന്ന പോലെയാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ചെയ്യുന്നത് ഈ സോൾഡറിങ് ആൻ വെച്ചിട്ട് ഇത് ഉരുക്കി തുളച്ചിട്ട്, സോൾഡറിങ് ആൻ വേണമെന്നില്ല, നിങ്ങൾക്ക് വല്ല കമ്പിയൊക്കെ വെച്ചിട്ട് വേണം ഉരുക്കി തുളയ്ക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഈ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം. അപ്പം ആ ഉരുകിയ പ്ലാസ്റ്റിക്കിന് ചൂട് പോകുന്നതിന് മുമ്പ് ഇത് കയറ്റുന്നതുകൊണ്ട് നല്ല പിടുത്തം അവിടെ തന്നെ കിട്ടും. പിന്നെ അകത്തും പുറത്തും സിമെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് അകത്തുനിന്നും പുറത്തുനിന്നും പിടുത്തം കിട്ടും. പിന്നെ സ്റ്റീലിൻ്റെ സ്ക്രൂ ആയതുകൊണ്ട് തുരുമ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ പോകുന്ന ആ ഒരു പ്രോബ്ലവും നമുക്ക് വരാതിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഉരുക്കി ഓരോ സ്ക്രൂ ആയിട്ട് നമുക്ക് കയറ്റിയെടുക്കാം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ പൈപ്പിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് മണൽ മാത്രമായിട്ട്, അതായത് മണലും സിമെൻറ്റും മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം, എന്നിട്ട് കുറച്ചുകൂടെ ലൂസാക്കിയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം പൈപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പൈപ്പിൻ്റെ ഒരു സൈഡ് ചെറിയൊരു കടലാസ് കൊണ്ട് അടച്ചിട്ട് നമ്മൾ ആ പൈപ്പിനകത്ത് ഈ സിമെൻറ്റ് ഇട്ട് കുത്തി നിറച്ച് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കും. അപ്പം ആ പൈപ്പ് നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒരു പ്ലാസ്റ്റിക് വെച്ച് ചെറുതായിട്ട് അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡിൽ കൂടെ വേണം നമുക്ക് സിമെൻറ്റ് ഫില്ല് ചെയ്യാൻ. അങ്ങനെ നമ്മളത് മൊത്തം നിറച്ചെടുക്കണം. അപ്പോൾ ആ സൈഡിൽ കൂടെ സിമെൻറ്റ് ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ എടുക്കുന്നത്. സിമെൻറ്റ് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഒരു ചെറിയ കമ്പി വെച്ച് കുത്തി നന്നായിട്ട് ഫില്ല് ചെയ്ത് എടുക്കണം. ഇതുപോലെ നമ്മൾ കമ്പി വെച്ച് നന്നായിട്ട് കുത്തി ഫില്ല് ചെയ്തെടുക്കണം. അത് ശരിക്കും നമ്മൾ അതിൻ്റെ അകത്തൂടെ എല്ലാം ശരിക്കും നമുക്ക് ഈ സിമെൻറ്റ് ഇറങ്ങി കിട്ടണം. അപ്പോഴേ നമുക്ക് ഈ പൈപ്പ് നല്ല കമ്പി പോലെ സ്ട്രോങ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമ്മളിവിടെ ഈ മുറ്റത്തൊക്കെ നമ്മളിടുന്ന പോലത്തെ ചെറിയ ചിപ്സ് പോലത്തെ മെറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബോളിൻ്റെ അന്നറക്കണമെങ്കിൽ വലിയ മെറ്റിലെടുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ മെറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 1.25 കപ്പാണ് ഈ കപ്പിന് വേണ്ടത്. അപ്പം 1 കപ്പോളം ചിപ്സ് നമ്മൾ എടുക്കുകയാണ്. ബാക്കിക്ക് മണലും ആവശ്യത്തിന് സിമെൻറ്റും ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സിമെൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് ലൂസായിട്ട് എടുത്തേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ബോളിനകത്തേക്ക് ഇടാൻ കുറച്ച് ലൂസായിട്ട് എടുക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ 2 തിരിക വെച്ചിട്ട് അതിന് മുകളിലാണ് ഈ ബോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബോൾ നമ്മൾ വെറുതെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ബോളിൻ്റെ ചുവടുവശം, ബോളിൻ്റെ അധികം കട്ടിയില്ലാത്തതുകൊണ്ട് ചുവടുവശം ചിലപ്പോൾ പതിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് പൈപ്പ് വെച്ച് സിമെൻറ്റ് ഇട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇതിട്ട് ഫില്ല് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പുറത്തൂടെ കുറച്ചൊക്കെ പറ്റും, അത് സാരമില്ല. അത് നമ്മൾ അവസാനം കഴുകിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് വൃത്തിയായിട്ട് വന്നോളും. ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇത് ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ ഡംബലിന് പുറത്തൂടെ പറ്റിയേക്കുന്ന സിമെൻറ്റ് ചെറുതായിട്ട് ഒന്ന് കഴുകി കളയാണ്. അപ്പം ഒത്തിരി കട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാലും നമുക്കത് ചീകി കളയാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ബോളിലും സിമെൻറ്റ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോളിനെ ആദ്യം ഉണ്ടാക്കിയ ബോളിനെ നേരെ തലതിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇതിൽ നന്നായിട്ട് സിമെൻറ്റ് കോൺക്രീറ്റ് ഫില്ല് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സൈഡിലിരിക്കുന്ന കട്ട വെച്ചിട്ട് നമ്മൾ ഇതിനെ നല്ല ടൈറ്റാക്കി വെക്കുക, അതായത് അനക്കമൊന്നും തട്ടാത്ത രീതിയിൽ. ഇത് ഇങ്ങനെ 2 ദിവസം ഇരുന്ന് കോൺക്രീറ്റ് എല്ലാം നല്ല സെറ്റായി വരണം. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ബോളിലും സിമെൻറ്റ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോളിനെ ആദ്യം ഉണ്ടാക്കിയ ബോളിനെ നേരെ തലതിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇതിൽ നന്നായിട്ട് സിമെൻറ്റ് കോൺക്രീറ്റ് ഫില്ല് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സൈഡിലിരിക്കുന്ന കട്ട വെച്ചിട്ട് നമ്മൾ ഇതിനെ നല്ല ടൈറ്റാക്കി വെക്കുക, അതായത് അനക്കമൊന്നും തട്ടാത്ത രീതിയിൽ. ഇത് ഇങ്ങനെ 2 ദിവസം ഇരുന്ന് കോൺക്രീറ്റ് എല്ലാം നല്ല സെറ്റായി വരണം. ഇതിപ്പോൾ കട്ടയൊക്കെ വെച്ച് സിമെൻറ്റൊക്കെ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡംബൽ റെഡിയാവും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഡംബൽ റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, നല്ല വൃത്തിയായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് വരുന്നതുകൊണ്ട് ഒരിക്കലും ഈ കോൺക്രീറ്റ് പൊട്ടുവോ പൊടിയുവോ, വീടിനകത്താണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമെങ്കിൽ അവിടെ ഈ പൊടി വീഴുവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നല്ല സ്ട്രോങ് ആണ്. ഒരുപാട് കാലം ഇതിങ്ങനെ നിൽക്കും. കാരണം 1 വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ആദ്യം കാണിച്ച ഡംബലുകൾ വെച്ച് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുതിയ ഒരെണ്ണം ഉണ്ടാക്കിയതാണ്. ഇത് ചെറുതാണ്. ഇതുപോലെ നമുക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, നല്ല ഉപയോഗമുള്ള സാധനമാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.